എന്താ രാത്രി ഇവിടെ വന്നിരിക്കുന്നത്? ഏയ്, are you crying? നോ ഡെന്നിസ്, ഇല്ല, ഞാൻ ചിരിക്കായിരുന്നു. കണ്ടില്ലേ? ദാ ഈ എന്താ ഇത്? കാര്യം എന്താണെന്ന് പറയൂ. എനിത്തിങ് സീരിയസ്? ഇല്ല. ദേ, ഞാൻ ഇപ്പൊ രവിയെ മുത്തച്ഛനെയൊക്കെ വിളിക്കും. ഇല്ല, ഞാൻ ഇവിടെ ഇരുന്ന് കരഞ്ഞതും ഡെന്നിസ് എന്നെ കണ്ടതും ഡെന്നിസ് ആരോടും പറയില്ല. അപ്പൊ അതിനകത്ത് എന്തോ ഉണ്ട്. പറയും. ഇത് പറയണം. ശരിയല്ലല്ലോ. ഒരു പെൺകുട്ടിക്ക് ഇത്രയ്ക്ക് സീക്രട്ട് ബിസിനസ് പാടില്ല. ഡെന്നിസെ പറയരുത് എന്ന് പറഞ്ഞാൽ പറയരുത്. ഭീഷണി? യെസ്, ബ്ലാക്ക് മെയിലിംഗ് എന്ന് കൂട്ടിക്കോളൂ. എന്തോന്ന് വെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്യാൻ? കേട്ടാൽ ഞെട്ടുന്ന ഒരു ന്യൂക്ലിയർ ബോംബ് എന്റെ കയ്യിലുണ്ട്. മോനായിക്ക് മുത്തശ്ശന്റെ അലമാരിന്ന് കട്ടെടുത്ത ഒരു കുപ്പി ബ്രാൻഡിയാണ് കൊടുത്തത്. മോനായി പിടി. മോനായി പിടിക്കും, പക്ഷെ ഓവർ ആയാൽ ഈ മോനിക്ക് ഫീൽ ചെയ്യും. അത് കുഴപ്പമില്ലല്ലോ. ഫീലിങ്സ് വരട്ടെ. അപ്പൊ അവര് രണ്ടുപേരും മോനായിക്ക് സ്മോൾ തരില്ലല്ലേ? പ്രശ്ന മാസത്തില് 3 പകുതി. എന്റെ മോനായി അവര് കാണാനടുത്ത് അടിച്ചൂടെ? എന്റെ സാറുമാരായതുകൊണ്ടുള്ള സ്നേഹം കൊണ്ട് പറയാൻ തെറ്റിദ്ധരിക്കരുത്. ചെണ്ടികളാ രണ്ടുപേരും. കുപ്പിയിൽ മാർക്ക് ഇട്ട് അതിന്റെ അളവ് കുറഞ്ഞാൽ എന്നെ കുനിച്ചു നിർത്തി കുമ്പത്താറ് ചാമ്പ് ചാമ്പും. ഈ ഡെന്നിസ് മഹാബോറനല്ലേ? അവര് തമ്മിൽ കോമ്പറ്റീഷൻ അല്ലേ? അവരിൽ ആരാണ് കൂടുതൽ ബോറന്ന് കണ്ടുപിടിക്കാനുള്ള ശ്രമത്തില്ല. എന്നാലും ഈ ഡെന്നിസ് എന്ന് പറയുന്നവനൊരു നാണമില്ല. ആരെ പറഞ്ഞ? എന്നാല് ഡെന്നിസ് സാറിന്റെ ട്രൗസർ ഒരു പോയിട്ട് നാളെ വന്നത് വീക്ക് ആ നാണമല്ല. ഇങ്ങനെ ചുമ്മാ വർക്കിംഗ് പാർട്ട്ണറാന്നൊക്കെ പറഞ്ഞ് ഇവിടെ ഇങ്ങനെ. അതെ, നമുക്ക് ആ ഏരിയയിലേക്ക് കൂടുതൽ പോകണ്ട. അങ്ങോട്ട് പോയാൽ ചിലപ്പോ ഇൻഡീസെന്റ് ആവും. എന്തായാലും രവിയേട്ടൻ പറഞ്ഞു അവനെ പിരിച്ചുവിടാൻ പോവാന്ന്. ഡെന്നിസിനെ അവനുമായിട്ടുള്ള പാർട്ട്ണർഷിപ്പ് മതിയാക്കുകയാണ്. ബോറൻ ഡെന്നിസ്, തെണ്ടി ഡെന്നിസ്. ഞാൻ പറഞ്ഞുട്ടോ, ഇനി ആ ഏരിയയിലേക്ക് പോയാൽ ഞാൻ വൃത്തികെട്ടവനാവും. ഡെന്നിസിനെ പറ്റി പറയുമ്പോ മോനായിക്ക് എന്തിനാ ഫീലിങ്സ്? മോനായുടെ മുതലാളി രവിശങ്കർ അല്ലേ? രവിശങ്കർ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട കേട്ടോ. പറയാൻ നട്ടലുള്ളവര് പറയണം. ഞാൻ പറഞ്ഞ ഞെട്ടും. എന്നെ ഞെട്ടിക്കാൻ മാത്രം മോനായി വളർന്നിട്ടില്ല മോനെ. ഞാൻ പറയും മോളെ. പറയാ, അല്ലാണ്ട് ഈ തെണ്ടി ഡെന്നിസ്. മോളെയല്ല, തെണ്ടി നിങ്ങളുടെ രവിശങ്കറാ. ഞങ്ങളുടെ ഡൽഹി സാറിന്റെ ആണ് ഈ ഫാമും ഈ വീടല്ല. നിങ്ങളുടെ രവിശങ്കറിന് ഒരു മാങ്ങാത്തൊലില്ല. എന്തിനു പറയണ്? ഇവിടുത്തെ കുതിരച്ചാണം വരാനുള്ള ജോലിയില്ല കേട്ടോ. കളയണല്ല. ഇത് ഞാൻ വിളിച്ചു പറഞ്ഞ ഒന്നില്ലേ നിങ്ങളുടെ കള്ളം? ഒന്ന് ഡെന്നീസും മറ്റത് അയാളുടെ ഡമ്മീസും ആണെന്ന് എല്ലാരും അറിയട്ടെ. അപ്പന്ന മോനാക്കി ഞാനൊന്ന് കൊടുക്കും. കൊടുത്തോ? ഉറങ്ങുകയാണെങ്കിൽ വിളിച്ച് ഉണർത്തിയിട്ട് കൊടുക്കണേ. ഡെന്നീസെ പോ ഡെന്നീസെ, ആരെങ്കിലും കണ്ടാ തെറ്റിദ്ധരിക്കും. നമ്മൾ തമ്മിൽ എന്തോ സീക്രട്ട് ബിസിനസ് നടത്തുകയാണ്. പോ. നിന്നെ ആ ബാങ്ക് മാനേജർ അന്വേഷിക്കുന്നുണ്ടായിരുന്നല്ലോ, കണ്ട? ഇല്ല. സാറിന്റെ കറക്റ്റ് ഹൈറ്റ് എത്രയാന്ന് എന്നോട് ചോദിച്ചു. ഹൈറ്റോ? ഇനി അഗ്രികൾച്ചർ ലോണെങ്ങാനും പാസ്സായോ? ഏയ്, അഗ്രികൾച്ചർ ലോണൊന്നല്ല. ഹൈറ്റ് കിട്ടിയാൽ കറക്റ്റ് സൈസിലുള്ള പെട്ടി ഓർഡർ ചെയ്യാനാവും. എന്തായി പേഴ്സണൽ പ്രോപ്പർട്ടീസ്? അതിനെ കുറിച്ച് നീ ഇങ്ങനെ വഴിക്കെ കാണുമ്പോഴൊക്കെ എന്നോട് ചോദിച്ചോടാ. പെൺകുട്ടി ആരാന്ന് കണ്ടുപിടിച്ച് ഇപ്പി കയ്യിലോട്ടിട്ട് ഉണ്ടാക്കി തരാന്ന് പറഞ്ഞിട്ട് കല്യാണം ഉടനടി നടന്നില്ലെങ്കിൽ ഇവൻ പറഞ്ഞ പോലെ ഞാൻ ഏതെങ്കിലും ഒരു പെട്ടിക്കകത്ത് കയറേണ്ടി വരും. ഓട്ടറാ. നീ ആ ലോറൻസിനെ കണ്ടോ? കണ്ടാ ഞാൻ എവിടെയാണെന്ന് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണേ. ഓട്ടറാ. സാറേ, ഈ ലോറൻസിന്റെ കാര്യം പറഞ്ഞപ്പോഴേ എനിക്ക് മറ്റൊരു കാര്യം ഓർമ്മ വന്നു. നമ്മുടെ രവി സാറിനെ പ്രേമിക്കുന്ന പെങ്കൊച്ചായെന്ന് കണ്ടുപിടിച്ചേ പറ്റൂ. അത് നമ്മുടെ പാർട്ടി അല്ല എന്നുള്ള ഉറപ്പെങ്കിലും നമുക്ക് കിട്ടണ്ടേ? ശരിയാടാ, കണ്ടുപിടിക്കണം. കണ്ടുപിടിച്ചേ പറ്റൂ. എങ്ങനെയാണോ? നേരിട്ട് മുഖത്തോക്കി കാര്യം ചോദിക്കണം. അങ്ങനെ എനിക്ക് വയ്യ. ഇത് കണ്ടുപിടിക്കാനായിരുന്നു ചേട്ടന്മാര് രണ്ടും കൂടെ പൂച്ച പാട്ടെന്നൊക്കെ പറഞ്ഞ് കറങ്ങി നടന്നേ. ഇത്തരം കേസൊക്കെ കയ്യിൽ കിട്ടിയാൽ ആമയെ വിളിക്കണ്ടേ? കയ്യോടെ പിടിച്ച് മുന്നിലേക്ക് ഇട്ട് തരും. മതി, ഡയലോഗ് നിർത്ത്. എനിക്കറിയേണ്ടത് ആമിയാണോ അത് അയച്ചതെന്നാണ്. ഏ മനുഷ്യ, എനിക്കൊരാളോട് പ്രേമം തോന്നി നോക്കിയാ ഞാൻ നേരെ മുഖത്ത് നോക്കി കാര്യം പറയും. അല്ലെങ്കിൽ ടെലിഫോൺ എടുക്കും. ഹലോ ചേട്ടാ, എനിക്ക് ചേട്ടനോട് ഭയങ്കര പ്രേമമാണ്. പ്രേമം കാരണം എനിക്ക് ഇരിക്കു പുറത്ത് കിട്ടുന്നില്ല എന്ന് നേരിട്ടങ്ങ് പറയും. ഇത് കൊറിയർ സർവീസ് വഴി പൂച്ച അയക്കുക, അതിനകത്തൊരു കാസറ്റ്, അതിലൊരു പാട്ട്. അതൊക്കെ ഇക്കാലത്തെ ചോക്ലേറ്റ് പെൺപിള്ളേര് ചെയ്യും. അതിൽ ആമി പെടില്ല. ഐ എം വെരി സോറി. അപ്പൊ ആമിയല്ല, അത് മതി. ആമി ആവാതിരിക്കാൻ എന്ന് പറഞ്ഞില്ല. ആമി ആവില്ലെന്ന് എനിക്ക് വിശ്വാസമായിരുന്നു. അല്ല, ഡെന്നിസ് ഇക്കാര്യത്തിൽ ഇത്ര ഇൻട്രസ്റ്റ് ഉണ്ടാവാൻ? രവിയോട് പ്രോമിസ് ചെയ്തിരുന്നു.
കണ്ടുപിടിച്ച് കൊടുക്കാമെന്ന് ആരാന്ന്. ഓക്കെ, ഐ ഹെൽപ് യു. ഏയ്, എവിടുന്നായി കൊറിയർ അയച്ചത്? ആ അഡ്രസ്സിൽ ഇപ്പൊ മോനായി കൊണ്ടുപോയി തൊലച്ചു. ഓ, ആ അന്നത്തെ ഒരു എക്സൈറ്റ്മെന്റിൽ ഞങ്ങൾ ഒന്ന് വിട്ടുപോയി. ഛെ, അതറിഞ്ഞ ഈസി ആയിരുന്നു. ഇപ്പോ ഹൈദരാബാദിൽ നിന്നാണെങ്കിൽ അപർണ, ഡൽഹിയിൽ നിന്നാണെങ്കിൽ ഗായ, അങ്ങനെ പിടിക്കാം. ഏതായാലും മോനായിയോട് ഗാർബേജയും തപ്പിയെടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഈ പെൺപിള്ളേര് കൊള്ളാലോ. അതിൽ ആരായാലും എനിക്ക് ഒരു സൂചനയും കിട്ടിയിട്ടില്ല. ആരായിരിക്കും ഒരു പിടി കിട്ടുന്നില്ല. കൊറിയ കിട്ടിയോ? ആ ചപ്പൻ ചവർ കൂരാടെ ഉള്ളിൽ കിടന്ന് ഇറങ്ങി മനുഷ്യൻ. ഡാനാ കൊറിയർ ഇത് തന്നെ. എവിടുന്നാ? അഡ്രസ് നല്ല അഡ്രസ്സാ, ആളിന്റെ പേരും. പക്ഷെ സ്ഥലം കിട്ടി. എടി ഭയങ്കര നീയോ? ഏയ് ആമി, ആരാ പെണ്ണ്? വേഗം വരെ കാത്തില്ല ചായ, ഇനി ഒന്ന് 6 വരെ കാക്ക്. ഈ പെണ്ണിന്റെ ഒരു കാര്യം. നീ വായിച്ചോടാ അഡ്രസ്? പിന്നെ എവിടുന്നാ? ജലന്ധർ. ജലന്ധർ? ആ. നീ വായിച്ചാണോ? ഉവ്വ. എന്താ ജലന്ധറിന്റെ സ്പെല്ലിംഗ്? ക്യൂ ക്യൂ യു ആർ എസ് ടി ദർ എ ആർ ജലന്ധർ. സ്പെല്ലിംഗ് കറക്റ്റ് പറഞ്ഞാലും തല്ലോ. കള്ളം പറയുന്നത് എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ പറയുന്നത് ഞാനായിരിക്കണമെന്ന് മാത്രം. സത്യമായിട്ട് ഞാനല്ല. രവിയേട്ടനെ കുറിച്ച് എനിക്ക് അങ്ങനെ തോന്നി. ഇട്ടി ഇട്ടി വീഴും. നീ അല്ലെങ്കിൽ പിന്നെ ആ കൊറിയർ ട്രിവാൻഡ്രത്തിന് എങ്ങനെ വന്നു? അത് നമ്പർ വേണ്ട, സത്യം സത്യം പോലെ പറ. ആമി ട്രിവാൻഡ്രത്ത് നീ ഒഴിച്ച് ബാക്കി എല്ലാവരും ഉണ്ടായിരുന്നു. ഗായത്രിയും അപർണയും ജ്യോതിയും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഒരുമിച്ചല്ലേ മുത്തശ്ശിന്റെ അടുത്ത് പോയത്. അവിടെ അവരൊരു 10 ദിവസം ഉണ്ടായിരുന്നു. നിങ്ങൾ 4 പേരും ട്രിവാൻഡ്രത്തുണ്ടായിരുന്നു 10 days. നീയെല്ലാം ഉറപ്പാണോ? ഗുരുവായൂരപ്പനാണ്, ഞാനല്ല. ആരായിരിക്കും? ഇനി ഐഡിയ? അപർണ എപ്പോ നോക്കിയാലും അവള് രവിയേട്ടന്റെ കാര്യം പറഞ്ഞോണ്ടിരിക്കും. പിന്നെ സമയം കിട്ടുമ്പോഴൊക്കെ ആ പൂച്ച എടുത്ത് കൊഞ്ചിക്കുന്നത് കാണാം. ഞാൻ ചോദിച്ചാൽ അവളോടൊപ്പം ഞാൻ ചോദിക്കാം, എന്നോട് അവള് സത്യം പറയും. എന്നെ ചൊല്ല്, കയ്യോട് പിടി. കമാൺ. ഇനി വന്നേ. ദേ, ലഞ്ച് റെഡി ആവില്ല. ലഞ്ചല്ല, ഒരു നമ്പർ 1 സദ്യ തന്നെ ഉണ്ടാക്കാം. വിളിങ്ങ. ആമി വന്ന് വിളിച്ചപ്പോഴേ എനിക്ക് തോന്നി. എന്താ അന്നത്തെ പോലെ വൈനുണ്ടോ? എന്തോ ഒരു അറേഞ്ച്മെന്റ് നടക്കുന്നുണ്ട്. ഉണ്ട്, ഒരു മാരേജ് അറേഞ്ച്മെന്റ് നടക്കുന്നുണ്ട്. മോളും വാ. ദേവു, അവളല്ല. ആമി, ഞാൻ അങ്ങനെ മനസ്സിൽ പോലും ചിന്തിച്ചിട്ടില്ല. പിന്നെ ട്രിവാൻഡ്രത്ത് വന്ന അന്ന് തൊട്ട് ഞാൻ പനിയായിട്ട് കിടപ്പിലായിരുന്നു. പിന്നെ ഞാൻ എപ്പോഴും പുറത്തു പോയത് ഹാർഡ്ലി 2 times. അത് ഡോക്ടറെ കാണാൻ ദേവുന്റെ കൂടെ. Hope you're not lying. നോ മാൻ. പിന്നെ 2 എണ്ണം കൂടെ ഉണ്ടല്ലോ. അതെ, കം, നമുക്കൊരു ജോയിന്റ് അറ്റാക്ക് നടത്താം. Shut up. അമി, ഞങ്ങൾ ഒരാൾ രവിയെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നുണ്ട്. Madly in love with him. അതാരാണെന്ന് ഞങ്ങൾക്കറിയാം, പക്ഷേ പറയില്ല മോളെ. ആരൊക്കെ തലയും കുത്തി നിന്നാലും പറയില്ല. ഞാൻ പിടിക്കും. പിടിക്ക്. അതുവരെ തൂ മേരെ ഹീറോ നമ്പർ 1. Come children, come. Lunch is ready. Come on, come on. തൂ മേരെ ഹീറോ നമ്പർ 1. ഞാൻ പിടിക്കും മോളെ. നിന്റെ